വെപ്പൻസ് എന്ന ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ ഒരു പോസ്റ്റർ ആയിരുന്നു. ആ ഒരു പോസ്റ്റർ എന്നെ വല്ലാത്ത രീതിയിൽ അട്രാക്ട് ചെയ്തു. അപ്പോഴാണ് ഈ ഒരു മൂവി ട്രെയിലർ ഞാൻ കാണുന്നത്. അപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ഒരു മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബാബേറിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സാക്ക് റിഗർ ആണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരു സ്ഥിരം ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണ്. നമ്മൾ കൊറിയൻ മൂവീസിൽ ഇങ്ങനത്തെ സ്റ്റോറി ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ മൂവീസിൽ കണ്ടിട്ടുണ്ട്, പല ലാംഗ്വേജസിനും ഇതേ ഒരു പാറ്റേണിലുള്ള ഒരുപാട് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂവിയുടെ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൂവി എങ്ങനെയാണ് അതിൽ നിന്ന് മാറി ഡിഫറെന്റ് ആയിട്ട് നിൽക്കണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ തന്നെയാണ്. കാരണം അത്ര കിടിലമായിട്ടാണ് ഇതിന്റെ ഒരു എക്സിക്യൂഷൻ പോയിരിക്കുന്നത്. സ്റ്റോറി ഒരു പോയിന്റ് കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഇതിന്റെ ബാക്കിലുള്ള റീസൺസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിന്റെ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹൊറർ മൂവിയുടെ ടെംപ്ലേറ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട്, അതായത് ഈ ഒരു മൂവിയിൽ സംസാരിച്ചു പോകുന്ന പല ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെ ഈ ഒരു സിനിമ സംസാരിച്ച് പോകുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ഒരു വൺ ലൈൻ സ്റ്റോറിയാണ്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 18 കുട്ടികൾ, അതിൽ 17 കുട്ടികൾ മിസ്സാവും. ഈ മിസ്സായ 17 കുട്ടികൾക്ക് എന്ത് പറ്റിയെന്ന് CCTV ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ രാത്രി ഒരു സ്പെസിഫിക് ടൈം 2:17 ആകുമ്പോൾ ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഓടും. ഇരുട്ടിലോട്ടാണ് ഓടുന്നത്. ഇത് എങ്ങോട്ടാണ് ഓടുന്നത്, എന്താണ് ഇവർക്ക് പറ്റിയതെന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു ബ്ലെയിം, ഈ 17 കുട്ടികളും മിസ്സായപ്പോന്റെ ബ്ലെയിം വരുന്ന ഇവരുടെ ക്ലാസ് ടീച്ചറിനും പിന്നീട് ആ ഒരു 18ാമത്തെ കുട്ടിക്കാണ്. അതായത് 17 പേര് മിസ്സായി പോയി, ഒരു ചെറുക്കം മാത്രം ബാക്കിയുണ്ട്. ആൻഡ് ആ ഒരു ക്ലാസ് ടീച്ചറിനോട് ബ്ലെയിം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇവരെന്തോ പറഞ്ഞുകൊണ്ടാണ് ആ സ്റ്റുഡൻസ് ഇറങ്ങി ഓടിയെന്നാണ് ബാക്കിയുള്ള മിസ്സായ കുട്ടികളുടെ പാരന്റ്സ് പറയുന്നത്. സോ ശരിക്കും ഇവർക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ 17 കുട്ടികൾ എങ്ങോട്ടാണ് പോയെന്നാണ് ഈ സിനിമ സംസാരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയാണ്. പക്ഷേ ഇതിന് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട്, ഓരോ സെഗ്മെന്റ്സ് ആയിട്ട്, ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെ സംസാരിച്ച് പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി കാണാനായിട്ട്. ആൻഡ് ഇതൊരു സ്ലോ പേസ് മൂവിയാണ്. ഭയങ്കര എൻഗേജിംഗ് ഫാക്ടർ ഒന്നും അധികം സിനിമയിലില്ല. ആകെ 1-2 ഏരിയയിൽ മാത്രമാണ് കുറച്ച് എൻഗേജിംഗ് ആയിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം കുറച്ച് സ്ലോ പേസ് ആണ്. ആൻഡ് ഈ ഒരു മൂവി ഒരു കംപ്ലീറ്റ് ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ത്രില്ലർ മൂവിയാണ്. ഹൊറർ എലമെന്റ്സ് ഒക്കെ മൂവിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വർക്ക് ആയിട്ടുള്ളത്. ആവശ്യമില്ലാത്ത ജംസ്കേഴ്സും അല്ലെങ്കിൽ നമ്മൾ ആ ക്യാമറ പാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇന്ന ആൾ ഇവിടെ നിന്ന് വരും, അങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് പക്ഷെ കാണുമ്പോൾ നല്ലൊരു എഫക്ട് കിട്ടുന്ന രീതിക്കാണ് ഇവർ ഈ ഒരു സിനിമയിൽ ഹൊറർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കുട്ടികളൊക്കെ മിസ്സായി പോയി, ഇവർക്ക് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ആക്ച്വൽ റീസൺ എന്താണെന്നൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയുള്ള ഒരു കാര്യം എന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് ആ ഒരു പോയിന്റ് വരെ ഓരോ കാര്യങ്ങളും ഭയങ്കര രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു റിവീലിംഗ് ടൈമിൽ വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സിനിമ സംസാരിക്കുന്ന ഇവന്റ്സും അല്ലെങ്കിൽ അതിന്റെ ഒരു സീരിയസ്നെസ് ഒക്കെ ആ ഒരു പോയിന്റിൽ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ റൺ ടൈം ആണ്. 2 മണിക്കൂർ 20 മിനിറ്റോ 30 മിനിറ്റോ എന്തോ ആണ് ഇതിന്റെ ആക്ച്വൽ റൺ ടൈം എന്ന് പറയുന്നത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഒരു 1.5 മണിക്കൂറിൽ തീർക്കാൻ പറ്റുന്ന മൂവി ആയിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പല ഹൊറർ മൂവീസിലും വരുന്ന അതേ ഒരു തീം സംസാരിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ടൈമിന്റെ അത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മൂവി എഫക്റ്റ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എൻഗേജിംഗ് ഫീൽ കിട്ടിയേനെ. പക്ഷേ ഈ ഒരു സിനിമ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ബാക്കിലുള്ള റീസൺ എന്താണ്, ആരാണ് ശരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഭയങ്കര രീതിയിൽ നമുക്ക് ഒരു ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് പോലും സിനിമ ചെറുതായിട്ടൊന്ന് വലിച്ചു നീട്ടുന്നുണ്ട്. അതായത് ആ ഒരു ക്ലൈമാക്സ് പോർഷൻ എത്തിക്കാൻ ആ ഒരു പോയിന്റിന് ശേഷം കുറച്ച് കഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഹൈലൈറ്റ് എന്ന് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും ടെക്നിക്കൽ സൈഡും രണ്ടും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ക്യാരക്ടർ പെർഫോമൻസ് വരുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുണ്ട്, പുള്ളിക്കാരന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ഡയലോഗ് ഡെലിവറിയും ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ടെക്നിക്കൽ സൈഡ്. ഈ ഒരു മൂവിയുടെ സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും SFX ആയാലും എല്ലാം നൈസ് ആയിരുന്നു. എസ്പെഷ്യലി കളറിംഗ്, ആ ഒരു മൂവിയുടെ എൻ്റെ ടൂൺ തന്നെ ഡിഫറെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു കളറിംഗ് ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈച്ച് ആൻഡ് എവരി ഫ്രെയിംസ് ആൻഡ് ഈച്ച് ആൻഡ് എവരി കട്ട്സ് എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ജസ്റ്റ് പറയുന്നുള്ളൂ. ഈ ഒരു മൂവിൽ നമ്മൾ ലോജിക്കലി ചിന്തിക്കാൻ പോയ പല കാര്യങ്ങളും വർക്ക് ആവത്തില്ല. ഇപ്പൊ ആ ഒരു കുട്ടികൾ മിസ്സായി പോയിന്റ് ബാക്കിലുള്ള റീസൺസ് അവർ എവിടെയാണ് പോയെന്നൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഉള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ ആ ഒരു ഹൊറർ എലമെന്റും കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സെഗ്മെന്റ് കൂടി സംസാരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഹാർഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പക്ക ഹൊറർ മൂവി പ്രതീക്ഷ ആരും പോകരുത്. അങ്ങനത്തെ ഒരു മൂവി അല്ല. ഹൊറർ എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടുമടുത്ത എലമെന്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു ത്രില്ലർ മോഡൽ സിനിമ കാണുവാണെങ്കിൽ നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ഈ മൂവി തരുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഓവറോൾ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് എന്നൊരു മൂവി തന്നെയാണ്. അതിഗംഭീരമായിട്ടുള്ള കിടിലം സീറ്റ് വെച്ച് ഹൊറർ ത്രില്ലർ എന്ന് ഞാൻ പറയുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വൺ ലൈൻ സ്റ്റോറി തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു മൂവിയിൽ ബിൽഡ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളും, ആ ഒരു കുട്ടികൾ ഇറങ്ങി ഓടുന്നതായാലും അവരെങ്ങോട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകുമ്പോൾ അതിന്റെ റീസൺ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, നോക്കി ഇത്രയുള്ള കാര്യം അല്ലെങ്കിൽ ഇതാണോ കാര്യം, ഇതിനാണോ ഇത്ര ബിൽഡ് ചെയ്തെന്നൊക്കെ തോന്നും. പക്ഷെ എൻ്റയർലി ആ ഒരു മൂവിയുടെ ആ ഒരു എക്സിക്യൂഷൻ സ്റ്റൈലും പ്രസന്റേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് എന്ന മൂവി തന്നെയാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.